ദിലീപുമായിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞേനെ നമുക്ക് ഇപ്പൊ 100ാം ചിത്രം എന്ന് പറഞ്ഞ സംഭവം ഒരു 300-400 പടം കഴിഞ്ഞപ്പോ അതിന്റെ അതൊന്നും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല കേട്ടോ. അങ്ങനെ വന്നു മാത്രമേ ഉള്ളൂ. അതൊരു വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് തുടങ്ങിയ കാലഘട്ടത്തിൽ സിനിമ ഓടിയാലും ഓടിയില്ലേലും പടങ്ങൾ ഒരുപാട്. ഞാൻ എന്താന്നറിയാം ഇത് ഇങ്ങനെ, കാരണം എന്റെ ഒരു രൂപമൊക്കെ വെച്ചിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള അത്ഭുതത്തില്ല ഞാൻ. രൂപവും ഭാവമൊന്നുമല്ല. ഒരു ആക്ടർ എപ്പോഴും ഓഫ് കോഴ്സ് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ രൂപം നമുക്കുണ്ടാകണം. പക്ഷെ നമ്മുടെ രൂപത്തിനനുസരിച്ചിട്ട് കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. എല്ലാ കഥാപാത്രങ്ങളും 6 അടി 5 ഇഞ്ചും എല്ലാ കാര്യങ്ങളും 3 അടി 4 ഇഞ്ചും അല്ല. സാധാരണ മനുഷ്യന്റെ ചിലപ്പോൾ അപൂർവമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നല്ലാതെ ആളുകൾ ഇഷ്ടപ്പെടുത്തുന്നത് തന്നെയാണ്. പല പ്രഗത്ഭരായ ചാർലി ചാപ്ലിനൊന്നും അധികം സുന്ദരനായിരുന്നു, സുന്ദരനും പൊക്കമൊന്നും ഒന്നുമില്ലാത്ത ഒരാളാണ്. അപ്പൊ ഇത്രയും ലോകം മുഴുവൻ ഇപ്പോഴും എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ ആക്ടറെ ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ രൂപഭംഗിയല്ല, അയാളുടെ അഭിനയ തികവ് തന്നെ. അതെ അതെ, നമുക്കൊരു ടാലന്റ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പൊ എല്ലാ ആക്ടേഴ്സിനും ടാലന്റ് ആയിട്ടുണ്ടാവും. ടാലന്റ് നമുക്ക് വിശ്വാസം ഉണ്ടായപ്പോൾ ടാലന്റഡ് ആയിരിക്കും. പിന്നെ ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ സാധിക്കുക. പിന്നെ ശരിക്കും ഹാർഡ് വർക്കാണ്. ഇപ്പോൾ നമ്മളൊരു സിനിമ നന്നാക്കാൻ, നമ്മുടെ അഭിനയം നന്നാക്കാൻ വേണ്ടി നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നും വിജയങ്ങൾ ഉണ്ടാവുള്ളൂ. അതിൽ ഒരാളായി തീർന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഉള്ളിൽ സ്വെറ്റർ ഇട്ട് നടന്ന പയ്യൻ 100 സിനിമകളിൽ അഭിനയിച്ചു വിജയിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കളിയില്ല. ഹലോ, നമുക്ക് താങ്ക്സ് അലോട്ട്. പിന്നെ പലപ്പോഴും എനിക്ക് ഒരുപാട് ഗൈഡൻസും നമുക്കിടെ കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ എടുത്തു പറയാം, കുഞ്ഞുകൂനൻ അതിലെ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ ഫോട്ടോ വന്നപ്പോ തന്നെ നമുക്ക് എന്നെ വിളിച്ചത് ഓർമ്മയുണ്ടോ? എടാ വിഗിന്റെ ഇന്ന പോർഷൻ ഒന്ന് കറക്റ്റ് ചെയ്യണം. നിന്റെ ഒരുപക്ഷെ ഞാനത് അങ്ങനെ മോശമായിട്ട് പറഞ്ഞല്ല, ബാക്കിയുള്ളത് മോശമെന്നല്ല ഞാൻ പറഞ്ഞു. ചില സിനിമയിലെ ചില പെർഫോമൻസ് ഒക്കെ നമുക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്യും, ശരിക്കും ചില സ്റ്റാമ്പ് ചെയ്യും. അതിലൊന്ന് കുഞ്ഞിക്കൂന്നെ. പിന്നെ മറ്റേ നമുക്ക് ഒരു ദിവസം വെളുപ്പിനെ വിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, മീനത്തി തലയിട്ട് കഴിച്ചിട്ട് +2 പൈരായിട്ട് വെളുപ്പായ കാലത്ത് നമുക്ക് വിളിച്ചു. ഞാൻ ആ സമയത്താണ് ചിലപ്പോ പടം കണ്ടു. ഒരു ദിവസം കണ്ടിട്ട് എടാ അത് വേറൊരു ക്യാരക്ടറാണ് അതൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അതിപ്പോ നിനക്ക് മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോ എന്തിനാ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനോ? ഒരു മകന്റെ മുഖത്ത് വെച്ച് ഒരു അച്ഛനും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാ ആ മനുഷ്യനോട് പറഞ്ഞത്. സ്കൂളിൽ പഠിക്കുന്ന പെണ്ണുകെട്ടിക്കൊണ്ട് വന്ന് ഞാൻ ക്ഷമിച്ചു, മനസ്സ് നീറുകയായിരുന്നു, എന്നിട്ട് സഹിച്ചു. ഇത് ഞാൻ സമ്മതിക്കില്ല. സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും വലിക്കാൻ പറഞ്ഞ അച്ഛൻ കേൾക്കണ്ടേ? കൂടുതൽ വലിപ്പിക്കലടാ മോനെ. വയറ്റിനകത്ത് കിടന്ന് നമ്മുടെ മോൻ എന്നെ ചേർത്ത് വിളിക്കണ്ടാവും, അവന്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേന്. മേലെ വന്ന സമയത്ത് പൊക്കമില്ല, വണ്ണമില്ല. അതുകൊണ്ടാണ് ഞാൻ സെറ്ററൊക്കെ ഇട്ട് നടന്നിരുന്നത്. വണ്ണമില്ലായിരുന്നോ? പക്ഷെ അന്ന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ചിലപ്പോ ഈ വിഷമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് അതിനേക്കാൾ ഒരു പക്ഷെ വേണമെങ്കിൽ ഞാൻ പറയാവുന്ന മറ്റേ ചക്കരപ്പൊട്ടനില്ലേ, വണ്ടർഫുൾ ചക്കരമുത്ത്, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അഭിനയം. ദിലീപിനെ സംബന്ധിച്ചാലും പക്ഷെ ദിലീപ് അല്ലായ്മയുണ്ടല്ലോ, വേറൊരാളായി തീരുന്നത്, അതാണ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത്. ശരിക്കും അത് എപ്പോഴും നമുക്ക് ക്യാരക്ടേഴ്സ് ഒത്ത് വരുന്നുണ്ട്, അപൂർവമായിട്ട്. പക്ഷെ കിട്ടുമ്പോ അത് ആ സാധനം നല്ലതായിരുന്നു, ഈ ചാന്ത് പൊട്ട നല്ലതായിരുന്നു. അതൊക്കെ നമ്മൾ മാറി ചെയ്യും, വേഷം മാറി ചെയ്യും. പിന്നെ അന്ന് 7:30